ചക്രവ്യൂഹത്തിലാണ് മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയുടെ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ. നഖം മുതൽ മുടിവരെ അടിമുടി നിഗൂഢമായ റാണയിൽ നിന്ന് ആ ഉത്തരം ലഭിക്കുമോ? പാകിസ്ഥാന്റെ മൗനാനുവാദത്തോടെയാണോ 2008 നവംബർ 26 കടൽ മാർഗം 10 ഭീകരർ എത്തിയത്? ഒന്നാം പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന കൊടും ഭീകരന് പിറകെ പോകാതെ തഹാവൂർ റാണയെ കൊണ്ടുവരാൻ ഇന്ത്യ പോരാടിയതിന് പിന്നിൽ മറ്റൊന്നുമല്ല, ഹെഡ്ലി ഒരായുധമാണ്. ഇതുപോലെ പല ഹെഡ്ലിമാരുടെയും മെന്ററാണ് റാണ. ആക്രമണം നടന്നത് 2008 പക്ഷേ ആസൂത്രണം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു. 2006 ജൂൺ തഹാവൂർ റാണയും ഹെഡ്ലിയും ചിക്കാഗോയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ലഷ്കർ-ഇ തോയ്ബെ ഇന്ത്യയിൽ നടത്താൻ ആസൂത്രണം ചെയ്ത ഭീകരാക്രമണ പദ്ധതികളെക്കുറിച്ചായിരുന്നു ചർച്ച. ഹെഡ്ലിയുടെ ഇന്ത്യൻ മിഷന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു റാണ. ഇന്ത്യയിലേക്കുള്ള ഹെഡ്ലിയുടെ യാത്രാരേഖകൾ തയ്യാറാക്കി. മുംബൈയിൽ എമിഗ്രേഷൻ ഓഫീസ് സർവീസ് തുടങ്ങാൻ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. ആരും സംശയിക്കാതിരിക്കാൻ ഒരു ഓഫീസിന്റെ മറ. 2006 മുതൽ 2008 ജൂലൈ വരെ മുംബൈ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങൾ നിരീക്ഷിച്ചു പഠിച്ചു. അങ്ങനെ പല ലക്ഷ്യങ്ങളും കണ്ടുവച്ചു ഹെഡ്ലി. ശിവസേന ആസ്ഥാനം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോളിവുഡ്, ഇവിടെയെല്ലാം സന്ദർശിച്ച് ചിത്രങ്ങൾ പകർത്തി ഹെഡ്ലിയും റാണയും ചർച്ച ചെയ്തു. ഈ സ്ഥലങ്ങൾ ആക്രമിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെ? ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആക്രമിക്കുന്നതിനെ കുറിച്ച് ഹെഡ്ലി പറഞ്ഞപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന ധാരണയുണ്ടായിരുന്നു എന്നാണ് റാണയുടെ മറുപടി. ഒടുവിൽ മുംബൈ പ്ലോട്ട്. ഭീകരാക്രമണത്തിന് ശേഷം ഹെഡ്ലിയുടെ ആദ്യ സന്ദേശം എത്തിയത് റാണയ്ക്ക്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ബിസിനസ് മസ്റ്റ് ഗോ ഓൺ എന്ന് റാണയുടെ മറുപടി. എന്തായിരുന്നു റാണ ഉദ്ദേശിച്ച ബിസിനസ്? ആക്രമണങ്ങളെയും സ്ഫോടനങ്ങളെയും ഇൻവെസ്റ്റ്മെന്റ് എന്ന് കോഡ് ഭാഷയിൽ വിശേഷിപ്പിക്കുന്ന റാണ ഇന്ത്യയിൽ എന്തൊക്കെ നടപ്പാക്കാൻ കോപ്പുകൂട്ടിയിരുന്നു? പ്രവാചകന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഡാനിഷ് മാധ്യമ സ്ഥാപനം സ്ഫോടനത്തിലൂടെ തകർക്കാൻ ലക്ഷ്യമിട്ട റാണയുടെ പദ്ധതിയാണ് മിക്കി മൗസ് പ്രൊജക്ട്. അങ്ങനെ കോപ്പൻഹേഗൻ മുതൽ കേരളം വരെ യാത്ര ചെയ്ത് റാണയും ഹെഡ്ലിയും തീവ്രവാദ ഗ്രൂപ്പുകളും നടത്തിയ അണിയറ നീക്കങ്ങൾ ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങൾ. ഫോൺ സംഭാഷണങ്ങളും ഇമെയിലും അടക്കം NIA FBയിൽ നിന്ന് ശേഖരിച്ചിരുന്നു. ഒരുമിച്ചൊരു കാർ യാത്രയിൽ റാണയും ഹെഡ്ലിയും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചതിന്റെ രേഖകൾ വരെ FBയുടെ പക്കലുണ്ട്. ഓരോ ദിവസത്തെയും ചോദ്യം ചെയ്യൽ വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ധരിപ്പിക്കും. സർവ്വതിനും മേൽനോട്ടം വഹിക്കുന്നത് അജിത് ഡോവലാണ്. NIA ആസ്ഥാനത്തെ ജനാലകളും ഫാനുമില്ലാത്ത അതീവ സുരക്ഷാ സെല്ലിൽ അനുഭവങ്ങളുടെയും അറിവുകളുടെയും പാപഭാരം ഇറക്കി വെക്കുമോ റാണ? എന്തായാലും ഭീകരതയുടെ തോക്കിൻ മുമ്പിൽ മഹാനഗരമാകെ ഞെട്ടിവിറച്ചു നിന്ന മണിക്കൂറുകൾ നീറ്റലായ മുറിവോടെ ഇന്നും ഇന്ത്യൻ ഹൃദയങ്ങളിൽ മായാതെ നിൽക്കുമ്പോൾ ഈ നേട്ടം തന്നെ വളരെ വലുതാണ്.